ഷക്കീന ടെലിവിഷനിലെ പ്രേക്ഷകരായി എൻ്റെ പ്രിയ മക്കളെ, കഴിഞ്ഞ ഏപ്രിൽ 15 മുതൽ ഞാൻ യൂറോപ്പിലാണ് എന്ന് നിങ്ങൾക്കറിയാം. വിവിധ സ്ഥലങ്ങളിൽ ഓസ്ട്രിയ, ഫ്രാൻസ്, പോർച്ചുഗൽ, സ്പെയിൻ മുതലായ സ്ഥലങ്ങളിൽ ഓരോ ആഴ്ചയിലും വലിയ കൺവെൻഷനുകളാണ്. എല്ലാത്തിലും 5000, 6000, 8000 വരെ ഉണ്ടായിരുന്നു. പോർച്ചുഗലിൽ ഫാത്തിമയിലായിരുന്നു. പ്രിയമുള്ളവരെ, യൂറോപ്പ് മരിച്ചുപോയി, വിശ്വാസം പോയി, അവിടെ തിരിച്ചു വരികയില്ല എന്നൊക്കെ പറയുന്ന പ്രസംഗങ്ങൾ നിങ്ങൾ ധാരാളം കേട്ടിട്ടുണ്ടായിരിക്കും. എന്നാൽ ഇവിടെ പറ്റിയ എന്തെന്ന് ചോദിച്ചാൽ, ധാരാളം ആളുകൾ വിശക്കുന്നവരാണ്, ദഹിക്കുന്നവരാണ്. ഈ ദേശത്ത് ഞാൻ ഒരു ക്ഷാമം അയക്കുന്നു. ഭക്ഷണമോ ജലമോ കിട്ടാത്ത ക്ഷാമമല്ല, കർത്താവിൻ്റെ വചനം ലഭിക്കാത്തത് കൊണ്ടുള്ള ക്ഷാമമായിരിക്കും അത് എന്ന് ആമോസ് പ്രവാചകൻ 8:11 പറയുന്ന പോലെയാണ്. യൂറോപ്പിൽ ഏറെയേറെ കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. ഇവിടെ അഭയാർത്ഥികൾ വന്ന് തെങ്ങി നിറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഇവിടെയുള്ളവർക്ക് മക്കളില്ല. അതിൻ്റെ ഫലമായിട്ട് ഓരോ രാജ്യത്തും ഉള്ളവരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് സഭയ്ക്കൊരു വലിയ പ്രശ്നമാണ്. നമ്മുടെ കേരളത്തിലും അതാണല്ലോ നമ്മൾ ഇപ്പോൾ അഭിമുഖീകരിക്കാൻ പോകുന്നതും അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നതും. ഇവിടെ കർത്താവിന്റെ മലാഹ ചെല്ലാൻ അറിയത്തില്ല ആളുകൾക്ക്. സ്വർഗസ്ഥനായ പിതാവിനെ നല്ലപോലെ ക്ലിയറായിട്ട് ചെല്ലാൻ അവർക്ക് അറിയത്തില്ല. അവരെ ആരും പഠിപ്പിച്ചിട്ടില്ല. യേശുക്രിസ്തുവാണ് ഏകദൈവമെന്ന് ആരും പഠിപ്പിച്ചില്ല. പഠിപ്പിക്കാനുള്ള അത് ഏതാണ്ട് ബാധ്യതയില്ലാത്ത പോലെ. എനിക്ക് ഭാഷ അറിയത്തില്ല. എൻ്റെ ഈ മുറി ഇംഗ്ലീഷ് മാത്രം അത് വെച്ച് പരിഭാഷപ്പെടുത്തിയുള്ള ധ്യാനങ്ങളിലാണ് 5000, 6000, 8000 പേര് വന്നുകൂടുന്നത് വചനം കേൾക്കുവാൻ. ഇനി വന്നുകൂടുക മാത്രമല്ല, വലിയ വലിയ മാനസാന്തരങ്ങൾ നടക്കുന്നു. 6500ഓളം പേർ കൂടിയ ഫ്രാൻസിലെ ധ്യാനത്തിൽ മെത്രാൻ എന്ന് പറഞ്ഞ എന്താണെന്നറിയാമോ? ഈ വർഷം ഈസ്റ്ററിന് 12000 പേര് മാമോദീസ സ്വീകരിച്ചു. അതായത് പ്രായമുള്ളവർ. അതിന് കാരണം മഞ്ഞാക്കളത്തിന്റെ ധ്യാനമാണ്. പോർച്ചുഗൽ വെച്ച് വളരെ പറഞ്ഞ് 3000-ലധികം ആളുകൾ ഈസ്റ്ററിന് ധ്യാനം മാമോദീസ സ്വീകരിച്ചു, സ്നാനം സ്വീകരിച്ചു. മാത്രമല്ല അതിലെടുത്തു പറഞ്ഞു 1200 വിവാഹങ്ങൾ നേരെയാക്കിയെന്ന്. അവരൊക്കെ എൻ്റെ ധ്യാനത്തിൽ കൂടിയവരാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ വചനം കൊടുക്കാൻ ആളില്ല. അതുകൊണ്ടാണ് ഈ പ്രായത്തിലും ഈ രോഗമെല്ലാം ഉണ്ടെങ്കിലും ഞാൻ ഇവർക്ക് വേണ്ടി ഇവിടെ വരുന്നത്. വേറെ യാതൊരൊന്നുമല്ല. കാരണം ഇവര് കരഞ്ഞുകൊണ്ട് വന്ന കുമ്പസാരങ്ങൾ നടത്തുന്നത്, പരസ്പരം രമ്യപ്പെടുന്നത്, വിവാഹങ്ങൾ വീണ്ടും ശരിപ്പെടുത്തി ഒന്നിച്ച് ജീവിക്കുന്നത്, സ്നാനം സ്വീകരിക്കാത്തവർ മാമോദീസ സ്വീകരിക്കുന്നത്, ഇത് കാണുമ്പോൾ ഉള്ള ആ ത്രില്ല്, ആ സന്തോഷം എൻ്റെ ഒരു ശക്തിയാണെന്ന് പറയാതിരിക്കാൻ സ്ഥലമില്ല. ഈ സമയത്ത് യൂറോപ്പിന് വേണ്ടി വീണ്ടും പ്രാർത്ഥിക്കണം. ഇവിടുത്തെ ആളുകൾ നഷ്ടപ്പെട്ടിട്ടില്ല, തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. നിങ്ങൾക്കറിയാം, ഞാൻ ഈ ട്രാൻസ്ലേഷനൊക്കെ വെച്ച് 3 ദിവസവും 4 ദിവസവും ഒക്കെ ധ്യാനം കൊടുക്കുന്നുള്ളൂ. അതേ പറ്റുള്ളൂ. കാരണം നിങ്ങൾ ഓർക്കണം, ഒരു സ്ഥലത്ത് ഒരു ഹോളിൽ ധ്യാനം സംഘടിപ്പിക്കുന്നു. അവിടെ ധ്യാന ഹോളിൽ വന്ന് താമസിക്കുന്നില്ല. പിന്നെയോ വിവിധ ഹോട്ടലുകൾ അല്ലെങ്കിൽ ലോഡ്ജുകൾ അവർ നേരത്തെ ബുക്ക് ചെയ്തിട്ടാണ് രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള ധ്യാനത്തിൽ വന്ന് പങ്കുകൊള്ളുന്നു. ഓർക്കണം, ഉച്ചയ്ക്ക് വല്ല സാൻഡ്വിച്ചോ വല്ലതും ഒന്ന് കഴിക്കും, അത് മാത്രമേ ഉള്ളൂ. വൈകുന്നേരം ചെന്ന് ഹോട്ടലിൽ ചെന്ന് വല്ലതും കഴിക്കും. അതായത് ഒരു രാജ്യത്തിൽ നിന്ന് പല ഭാഗങ്ങളിൽ നിന്ന് ഓടിയെത്തുന്നത്. ക്രൊയേഷ്യക്കാരാണെങ്കിൽ അവർ 6000-ഓളം പേര് ഓസ്ട്രിയയിൽ വന്നു. കാരണം അവിടെ ക്രൊയേഷ്യയിൽ വിദേശീയരെ കൊണ്ട് ധ്യാനിപ്പിക്കുന്നില്ല അവിടുത്തെ മെത്രാന്മാര്. അവരെ മാപ്പാപ്പായ്ക്ക് പലപ്പോഴും എഴുതിയിട്ടും സമ്മതിക്കുന്നില്ല. വിദേശീയ മിഷണറിമാർ അവിടെ ധ്യാനം കൊടുക്കരുതെന്ന് നിയമമാക്കി. അവരെ ഒരു കാലത്ത് ഞാൻ 1000-കണക്കിന് 100-കണക്കിന് ധ്യാനങ്ങൾ കൊടുത്താണ് അവിടുത്തെ എല്ലാ പട്ടണങ്ങളിലും.
അവരെന്നെ സ്നേഹിക്കുന്നവരാണ്. അപ്പൊ അവിടുന്ന് ബസ്സുകൾക്കാണ് ക്രൊയേഷ്യയുടെ വിവിധ ഭാഗത്തു നിന്ന് ബസ്സുകൾക്ക് ഓസ്ട്രിയയിൽ വന്ന് ഒന്നാലോചിക്കണം, മറു രാജ്യത്ത് വന്ന് ഭാഷ അറിയാതെ സംസ്കാരം അറിയാതെ ഹോളൊക്കെ ഉണ്ടാക്കി ഹോട്ടലിൽ താമസിച്ച് കൂടിയവരാണ്. ഇവരെ ആ തീഷ്ണത കാണുമ്പോൾ, ആ ദാഹം കാണുമ്പോൾ, വചനത്തിനു വേണ്ടി അലഞ്ഞു തിരിഞ്ഞ് കാണുമ്പോൾ നമ്മൾ കൊടുത്തില്ല എങ്കിൽ അത് ഒരു വലിയ പാപമാണെന്ന് ഞാൻ പറയും. എൻ്റെ മനസ്സിൽ അതാണ്. എനിക്ക് മേലായെങ്കിലും പ്രായമായെങ്കിലും ഭാഷ അറിയത്തില്ലെങ്കിലും ഈശോ ഇവർക്ക് കൊടുത്തില്ലെങ്കിൽ ഞാനൊരു പാപം ചെയ്യാണ്. കാരണം എന്നെ ഇവർ സ്നേഹിക്കുന്നു, ഇവർ വചനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഓർക്കാൻ നമ്മുടെ നാട്ടിലൊക്കെ വലിയ കൺവെൻഷൻ വന്നാലും 2000 പേര് അല്ല 3000 പേർക്ക് വരുള്ളൂ. പണ്ട് കാലത്ത് നായിക്കമ്പലം മെനച്ചും ഞാനൊക്കെ നടത്തിയ കാലത്ത് ലക്ഷങ്ങൾ വരുമായിരുന്നു. ആ കാലമെല്ലാം പോയില്ലേ. എന്നാൽ ഇവിടെ ഇതാ ഞാൻ പറയുന്നു, ഓരോരുത്തർക്കും എൻ്റെ ആദ്യത്തെ ധ്യാനം പ്രാഗിൽ നടത്തിയപ്പോൾ ഞാൻ നേരത്തെ ഒരു വീഡിയോ ക്ലിപ്പ് വന്നു. യുദ്ധഭീതി കൊണ്ട് കുറച്ചു പേരെ വന്നുള്ളൂ. എന്നാൽ ആ യുദ്ധഭീതിയിലേക്ക് ഇപ്പോൾ മാറിയിരിക്കുകയാണ്. ഇവിടെ എല്ലാവരും വരാൻ തയ്യാറാണ്. പ്രിയമുള്ളവർ, ഇതൊക്കെ അത് നിങ്ങൾ മനസ്സിലാക്കാനും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിലധികം യൂറോപ്പിൻ്റെ മാനസാന്തരത്തിനും തിരിച്ചുവരവിനും പ്രാർത്ഥിക്കുവാനുമാണ്. അത് സഭ ഇവിടെ നഷ്ടപ്പെട്ടിട്ടില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടുത്തെ അച്ഛന്മാരും മെത്രാന്മാരും ഒക്കെ ആത്മാവിനാൽ ഉയർത്തെഴുന്നേൽക്കാനായിട്ട്. അതെ, ഞാൻ കൊടുക്കുന്ന കൺവെൻഷനെല്ലാം പരിശുദ്ധാത്മാവിന് നിറവുള്ള കൺവെൻഷൻസ് ആണ്. എല്ലാം പെന്തക്കോസ്ത അനുഭവങ്ങളാണ് മക്കളെ. ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഷെക്കീന ടെലിവിഷനും മറ്റും എനിക്ക് തരുന്ന പ്രോത്സാഹനം വലുതാണ്. അതുപോലെ തന്നെ ഷെക്കീന ടെലിവിഷനിലൂടെ ഞാൻ പല ധ്യാനങ്ങളും സംഘടിപ്പിച്ച നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൻ്റെ ബലം, എനിക്ക് വേണ്ടിയല്ല, ഞാൻ സംബന്ധിക്കുന്ന, ഞാൻ കൊടുക്കുന്ന ആ ധ്യാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൻ്റെ ബലം ഞാൻ കാണുന്നു. മക്കളെ, അവരുടെ എല്ലാം പ്രാർത്ഥനകളുടെ ഫലം അവർ മാനസാന്തരപ്പെട്ട് കർത്താവിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കും കൊട്ടപ്പടി അനുഗ്രഹം കർത്താവ് തരും കേട്ടോ. അതുകൊണ്ട് അത് തുടർന്നും അത് പ്രാർത്ഥിക്കുക. അത് ഞാൻ നവംബർ മാസം വരെയെങ്കിലും പല പല രാജ്യങ്ങളിലായിട്ട് ഇവിടെ ധ്യാനങ്ങൾ നടത്തുകയാണ്. ഞാൻ സൗത്ത് അമേരിക്ക അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്ക പോകാൻ തീരുമാനിച്ചുവെങ്കിലും എന്നെ അവിടെയുള്ള പോലീസുകാർ അനുവദിക്കുന്നില്ല സുരക്ഷിതയ്ക്ക് വേണ്ടി. കാരണം അവിടെയെല്ലാം പലതരത്തിലുള്ള ടെററിസം ഉണ്ട്. മുസ്ലിം ടെററിസം ഉള്ളതുകൊണ്ട് എനിക്ക് അവിടെ പോകാനുള്ള ബുദ്ധിമുട്ടാണ്. അറേഞ്ച് ചെയ്ത ധ്യാനമെല്ലാം അവർ ക്യാൻസൽ ചെയ്തു. അത് കാരണം മുസ്ലിം മഫിയ അവിടെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്റർനാഷണൽ പോലീസിന്റെ കീഴിലാണെന്ന് അറിയാമല്ലോ. അവരറിയിച്ചു പോകുന്നത് എനിക്ക് സുരക്ഷിതമല്ല എന്ന്. അപ്പം അതിന് പകരമായിട്ട് ഇവിടെയെല്ലാം യൂറോപ്പിൽ പലയിടത്തും ധ്യാനങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത് ശ്രമിക്കുന്ന നിങ്ങളെ ഒത്തിരി സ്നേഹപൂർവ്വം നന്ദിയോടെ ഓർക്കുന്നു. ഞാൻ നിങ്ങളെല്ലാം കർത്താവ് ഈശോയുടെ ഹൃദയത്തിൽ സമർപ്പിക്കുന്നു. ജൂൺ മാസമല്ലേ മാതാവിൻ്റെ ഈശോയുടെ ഹൃദയത്തിൻ്റെ മാസമാണല്ലോ. മാതാവിൻ്റെ ഹൃദയത്തിലൂടെ നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും കേരള സഭയെ പ്രത്യേകിച്ചും ഞാൻ അർപ്പിക്കുകയാണ്. കേരളത്തിലെ സഭയിലെ കാര്യങ്ങൾ ഓർക്കുമ്പം എൻ്റെ നെഞ്ച് വേദനിക്കുകയാണ്. അത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഈ വീഡിയോയിൽ. കർത്താവ് ആഗ്രഹിക്കുന്നതാണോ സംഭവിക്കുന്നത്? കർത്താവിന് ഇഷ്ടമാണോ നടക്കുന്നത്? സഭ അങ്ങനെ അലങ്കോലപ്പെട്ടു പോകുന്നല്ലോ എന്നൊക്കെ ഓർക്കുമ്പോൾ, വിഭജിക്കപ്പെട്ടു പോകുന്നല്ലോ ഓർക്കുമ്പോൾ ഞാൻ ഉറക്കം പോലുമില്ല. ഞാൻ വേദനയോടെ കർത്താവിന് മുമ്പിൽ, തക്രാറിന് മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കും. എൻ്റെ സഭയാണല്ലോ കേരള സഭ. ഞാൻ പ്രാർത്ഥിക്കുന്നു മക്കളെ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സഭയോട് പിണങ്ങരുത്, വിശ്വാസം നഷ്ടപ്പെടുത്തരുത്. വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് കർത്താവിനോട് ചേർന്ന് നിൽക്കുക. അങ്ങനെ ചേർന്ന് നിൽക്കുന്നവരെ കർത്താവ് അന്വേഷിച്ച് കണ്ടുപിടിച്ച് പിതാവിന് അർപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഓർക്കണമേ, നമ്മൾ റോമാക്കാർക്ക് ലേഖനം 11-ാം അധ്യായത്തിൽ വായിക്കുന്നത് പോലെ എനിക്കായി 7000 പേരെ ഞാൻ മാറ്റി നിർത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. നമുക്കതിൽ ഉൾപ്പെടാം. എന്നിട്ട് നമ്മളെയാണ് രാജ്യമായിട്ട് ഈശോ പിതാവിന് അർപ്പിക്കാൻ പോകുന്നത്. 1 കൊറിന്തോസ് 15-ാം അധ്യായം 24-ാം വചനം. ഞാൻ നിങ്ങൾ ഓരോരുത്തരെയും കർത്താവിന് അർപ്പിക്കുന്നു. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കണ്ണുകൾ ശാന്തമായി അടയ്ക്കൂ. കാരണം നമ്മുടെ കർത്താവ് ഇപ്പോൾ എൻ്റെ സ്വരം കേൾക്കുന്ന ഇവരോരോരുത്തരെയും ഇവരുടെ കുടുംബങ്ങളെയും ഞാൻ അങ്ങേ തീരുമാനത്തിൽ അർപ്പിക്കുന്നു. അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാക്കി ഇവരെ മാറ്റണമേ. കർത്താവെ, തിരുസഭയിൽ ധാരാളം മിഷണറിമാർക്ക് ജന്മം നൽകിയ, പുണ്യവാന്മാർക്കും പുണ്യവതികൾക്കും ജന്മം നൽകിയ ഈ യൂറോപ്പിനെ കൈവിടരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ധാരാളം പേർ വരാനും വചനം പ്രഘോഷിക്കാനും ഇടയാക്കണമേ.
വിളവധികം വിലക്കാർ ചുരുക്കം എന്നത് ഈ യൂറോപ്പിനെ സംബന്ധിച്ചോളം അത് സത്യമാണ്. കാരണം ഇവിടെ കർത്താവേ ധാരാളം പേർ വചനം കൊടുക്കുവാൻ ഇടയാകട്ടെ. ഇവിടെ ദാഹിക്കുന്ന അതെ ഏറെ വചനത്തിനു വേണ്ടി ദാഹിക്കുന്ന ഈ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഇത് ശ്രമിക്കുന്ന മക്കളെ ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. മക്കളെ, നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെ ഇന്ന് നടക്കുന്ന ഈ അരിശിരാവസ്ഥയിൽ ഇന്നത്തെ പ്രശ്നങ്ങളുടെ പ്രതിസന്ധിയുടെ കടന്നു പോകുന്ന നിങ്ങളെ കർത്താവ് കരങ്ങൾക്ക് പിടിച്ച് അനുഗ്രഹിക്കട്ടെ. ആത്മീയവും മാനസികവും ശാരീരികവുമായ ധാരാളം അനുഗ്രഹങ്ങൾ നിങ്ങൾക്കും കുടുംബങ്ങൾക്കും കർത്താവ് വാരി വിതരട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്.